friends, welcome to our channel. ഇന്ന് ഞാനൊരു സിമ്പിൾ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് വേണ്ട ലെങ്ത്താണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു 26 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. എനിക്ക് വേണ്ട സ്കേർട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 26 ഇഞ്ചാണ് വേണ്ടത്. അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ നിന്ന് യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മളെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ എനിക്ക് വേണ്ടത് 26 ആണ്. അപ്പോൾ ഞാനിതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എത്രയാണോ ഈ ഒരു മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടുള്ളത് അത് മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് ഗ്യാദേഴ്സ് ഇടുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് യോക്ക് ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ടോപ്പിനകത്ത് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മറ്റുള്ള എല്ലാതും ചെയ്യുന്ന അതേ മെഷർമെൻറ്റും കാര്യങ്ങളുമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ലൈനിങ് ആണ് ഞാൻ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ക്രേപ്പിൻ്റെ ഗ്രേ കളറാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ലൈനിങ്ങിന്. അപ്പോൾ നമ്മൾ ഇവിടെ ലൈനിങ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട്, അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മളുടെ മെറ്റീരിയലിൻ്റെ ചീത്ത വശം കൂടി ഫേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്ക് ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ലൈനിങ്ങിൻ്റെ നെക്ക് ജസ്റ്റ് ഇനി നമ്മളുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെ വേസ്റ്റ് എത്രയാണോ വേണ്ടത് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ഇത് സ്കേർട്ടിൻ്റെ പാർട്ടിനും ഇതേമാതിരി ക്രേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ലൈനിങ്. ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ സ്കേർട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ ചീത്ത വശവും ലൈനിങ്ങിൻ്റെ ക്രേപ്പിൻ്റെ നല്ല വശം കൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലാണ് സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു നൂലെടുത്തിട്ട് ഇങ്ങനെ പുള്ള് ചെയ്ത് കൊടുത്താൽ മതി.
വളരെ സിമ്പിളായിട്ട് നല്ല ഗ്യാദേഴ്സ് കിട്ടും. നെക്കിന് നമുക്ക് പൈപ്പിംഗ് കൊടുക്കണം. ഞാനിപ്പോൾ 1 ഇഞ്ചിൽ ക്രോസിൽ കട്ട് ചെയ്തെടുത്ത ക്ലോത്താണിത്. ഇത് വെച്ചിട്ട് നമുക്ക് നെക്കിനും പൈപ്പിംഗ് കൊടുക്കണം, നമ്മളുടെ ആം ഹോളിനും പൈപ്പിംഗ് കൊടുക്കണം. ടോപ്പിനൊരു ഫ്രില്ലിട്ട് കൊടുക്കുക. അപ്പം അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ച് വീതിയിലുള്ളൊരു ക്ലോത്താണ്. ലെങ്ത്ത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, കാരണം നമുക്ക് അത്യാവശ്യം നല്ല ചുരുക്കിടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ ഇതിൻ്റെ ബാലൻസ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരു മിഡിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു വശം നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതായത് നല്ല ലെങ്ത് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് സൈസ് കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം ഇത് പ്ലേസ് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ഈ പീസിൻ്റെ നല്ല വശവും ഫ്രോക്കിൻ്റെ നല്ല വശവും പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് മറിച്ചിട്ട് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എങ്കിലേ ഇതിങ്ങനെ നല്ല രീതിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.